ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് PSC ജോലിയിലേക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രയാണം എങ്ങനെയായിരുന്നു എന്നാണ്. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും എന്നാൽ ജോലി കിട്ടിയപ്പോൾ അവരുടെ സന്തോഷങ്ങളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൻ്റെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. PSC പരമായിട്ടുള്ള ക്ലാസ്സുകളും എല്ലാവിധ അപ്ഡേറ്റുകളും ലഭിക്കുന്ന ഒരു അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും ഇത്. ഓക്കെ, PSC തുടക്കം നമ്മൾ തുടങ്ങിയത് 2019 സമയത്താണ്. 2019 സമയത്താണ് ഒട്ടനവധി നോട്ടിഫിക്കേഷനുകൾ വന്നത്. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് കുറച്ചധികം വിഷമങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ്. കാരണം ആ സമയത്ത് LD ക്ലർക്ക് തുടങ്ങിയ അതിഭീകരമായ മത്സര പരീക്ഷകളുള്ള പ്രതീക്ഷിത സമയമായിരുന്നു. 2019 അവസാന മാസത്താണ് ഒട്ടനവധി 10+2 ഡിഗ്രി ലെവൽ ജോബ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ബൾക്കായിട്ട് വിളിച്ചത്. അന്ന് ഞങ്ങളിൽ പലരും PSC അപ്ലൈ ചെയ്ത് ഇതിലേക്ക് പിച്ച വെച്ച് തുടങ്ങാൻ വേണ്ടിയിരുന്ന ആൾക്കാരാണ്. പക്ഷേ ആ സമയത്ത് നല്ല റേഞ്ചിൽ നിന്ന ആൾക്കാർ പിന്നെ 2-3 മാസം കഴിഞ്ഞ് കോവിഡ് എന്ന മഹാമാരി വന്നതിലൂടെ അവർ സത്യം പറഞ്ഞാൽ കുറച്ച് ഡൗൺ ആവുകയാണ് ചെയ്തത്. അവർക്ക് ആ പഴയ പോലെ പഠിക്കാനോ വീണ്ടും എക്സാം ഡിലേ ആകുന്നതിൻ്റെ വിഷമവും ഏജ് കൂടുന്നതിൻ്റെയും മറ്റ് ബാധ്യതകളും കൊണ്ടുള്ള വിഷമങ്ങൾ, അങ്ങനെ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ റാങ്കിൽ പിന്നോട്ടോ ജോലി നേടാതെ പോവുകയോ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ കൊറോണ ഈ രാജ്യം മൊത്തം ലോകമെമ്പാടും നാശം വിതച്ചെങ്കിലും ഒരു ജോലിയിലേക്ക് എത്താൻ കോവിഡ് എന്ന കാലഘട്ടം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കൂട്ടുകാരിൽ പലരും ആ സമയത്താണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയത്. കാരണം അവരൊക്കെ തങ്ങളുടെ കലാലയ ജീവിതം കഴിഞ്ഞ് ഓരോരോ പ്രൈവറ്റ് ജോലിയിലും മറ്റുമായിട്ട് മുഴുകി നിൽക്കുകയായിരുന്നു. അപ്പോഴും അവർ അലട്ടുന്നത് പ്രൈവറ്റ് ജോലിയിൽ സാലറി തന്നെയാണ്. ഒട്ടനവധി കുത്തക കമ്പനികൾ ലക്ഷക്കണക്കിന് സാലറി കൊടുക്കുമ്പോൾ സാധാരണ യോഗ്യതയുള്ളവർക്ക് അവരുടെ വീടിനടുത്തുള്ള ഭാഗത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു 6,000-നും 10,000-നും ഇടയിലുള്ള തുകയായിരുന്നു. അതൊരിക്കലും അവർക്ക് ശാശ്വതമായ ഒരു ശമ്പളമായി മാറിയിരുന്നില്ല. ഇനി ദിവസേന ജോലിക്ക് പോകുന്നവർക്കാവട്ടെ 1,000 രൂപ വരെ കിട്ടുമായിരുന്നെങ്കിലും അതും ഒരു ശാശ്വതമല്ല. ജോലിക്ക് പോകാത്ത ദിവസം ശമ്പളമില്ല. ആ സമയത്ത് PSC വഴി ഞങ്ങളുടെ പല കൂട്ടുകാരും ജോലിയിലെത്തിയിരുന്നു, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലെത്തിയിരുന്നു. അതാണ് ഞങ്ങൾ പലരെയും ചൊടിപ്പിച്ചത്. ഞങ്ങൾ ശേഷം പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഒരു താല്പര്യമായിരുന്നു. ആദ്യം നമ്മൾ കൈവച്ചത് ഒരു ടാലൻറ്റിൻ്റെ 2003 തൊട്ട് 2021 വരെയുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, LD ക്ലർക്ക് പരീക്ഷയാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്രഷനുമായിരുന്നു. അതുമാത്രമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് PSC ക്ലാസ്സിന് പോകണമെന്നോ ഒന്നും അറിയില്ല, കാരണം അതിനുള്ള ഓപ്ഷനും ഇല്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽസ് എല്ലാം പൊങ്ങി വന്നു തുടങ്ങിയത് ആ സമയത്താണ്, ബൾക്കായിട്ട് പൊങ്ങി വന്നത്. ഇപ്പോൾ വളരെയധികം വ്യൂസിലും വളരെയധികം ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ കൽപ്പിക്കുന്ന പല ചാനലുകളും അന്ന് 1 സബ്സ്ക്രൈബർ തുടങ്ങിയ ചാനൽസ് ആയിരുന്നു. അല്ലെങ്കിൽ അവരുടെ ചാനൽ റേറ്റിംഗൊക്കെ 1,000 വ്യൂസൊക്കെ ആയിരുന്നു. അത് പിന്നെ ലക്ഷങ്ങളൊക്കെ കടന്നു പോയത് കൊറോണ സമയത്താണ്. എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ, ആ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾ പഠിച്ചു തുടങ്ങി. സാധാരണ യുവാക്കൾ അലമ്പി നടക്കുന്ന പോലെ ഞങ്ങളും അലമ്പി നടന്നിരുന്നു. ആ സമയത്താണ് ഒരു ലോക്ക്ഡൗൺ വന്നത്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. പുറത്തിറങ്ങാൻ ഉള്ള ഒരു ലിമിറ്റേഷൻ തന്നെ വന്നത് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ചെറിയൊരു ലിമിറ്റ് അയഞ്ഞു തുടങ്ങിയത്. ആ 2 മാസ കാലയളവ് 24 മണിക്കൂറും വീട്ടിലായിരുന്നു. വീട്ടിൻ്റെ മുറ്റം, വീട്ടിൻ്റെ മുറ്റം, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയം 24 മണിക്കൂറിൽ ഉറങ്ങാൻ കൂടിപ്പോയാൽ 6 മണിക്കൂറൊക്കെയാണ് ഞങ്ങൾ ചിലവഴിച്ചിരുന്നത്. അപ്പോൾ 18 മണിക്കൂറോളം നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടി. മൊബൈൽ യൂസ് എത്രയൊക്കെ ആയാലും ഈ 18 മണിക്കൂറിൽ പകുതി സമയം യൂസ് ചെയ്താലും ഒരു 10ഓളം മണിക്കൂർ പഠിക്കാൻ കിട്ടുമായിരുന്നു. അങ്ങനെ ഇരുന്ന് വേറെ ടൈമില്ലാതെ പഠിച്ച് പറ്റൂ, ജോലി വേണം, പരീക്ഷ പെട്ടെന്ന് വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു. കാരണം കോവിഡ് മാറിയ പെട്ടെന്ന് പരീക്ഷ വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഭാഗ്യത്തിലായിട്ട് പ്രിലിംസ് എന്ന പ്രഹസനം PSC കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം നേരിടാൻ പോകുന്ന പരീക്ഷ പ്രിലിംസായിരുന്നു, 10th ലെവൽ. അതിനുവേണ്ടി നന്നായി പഠിച്ചു, ഒരുപാട് സമയം കിട്ടി. പിന്നെ കോവിഡൊക്കെ വന്നൊന്ന് ലോക്ക്ഡൗൺ ഒന്ന് മാറി സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നപ്പോൾ
പുതിയൊരു ജോലിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ആ സമയത്തും പഠിത്തം വിട്ടില്ല, പക്ഷേ താരതമ്യേന നമ്മൾ പഠിച്ചിരുന്നതിൻ്റെ അത്രയും അഗാധമായ രീതിയിൽ പിന്നെ പഠിച്ചിരുന്നില്ല. അത് ചിലപ്പോൾ പ്രിലിംസ് പരീക്ഷ ഞങ്ങളെ കുറച്ച് ബാധിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ പലർക്കും LD ക്ലർക്ക് മാത്രമായിരുന്നു പ്രിലിംസ് കിട്ടിയത്. ശേഷം വന്നത് ഡ്രൈവർ പരീക്ഷയായിരുന്നു. ഞങ്ങളുടെ സുഹൃത്ത് ഡ്രൈവർ പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നു. കാരണം ആ സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ഫുള്ള് സെർച്ച് ചെയ്യുകയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശകലനമായിരുന്നു, ഏത് ജോലിയാണ് എങ്ങനെയാണ് കിട്ടിയത്. ആ സമയത്ത് യൂണിഫോം തസ്തികയായ പോലീസിൽ ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു എന്നൊരു കരക്കമ്പി ഉണ്ടായിരുന്നു. എളുപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ പഠിക്കുന്ന മത്സര പരീക്ഷയിൽ അത്രയും പാട് പോലീസിലില്ല. കാരണം ഫിസിക്കൽ എന്ന് പറയുന്നൊരു കടമ്പ തന്നെയാണ്. എത്ര ഫിറ്റ്നസ് ഉള്ള ആളായാൽ പോലും ഫിസിക്കലിന് ഫെയിലായേക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇൻസ്പെക്ടർമാരുടെ സെലക്ഷൻ. കായിക സൗന്ദര്യമുള്ള ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരവസരം കൊടുത്തപ്പോൾ അതിൽ ഇപ്പോൾ ഒരാൾ മത്സരിച്ച് തോറ്റത്. ആളുടെ പടം കണ്ടു കഴിഞ്ഞാൽ ആളൊരു ബോഡി ബിൽഡർ, ഒരു 50 പേരെ ഇടിച്ചു കൊല്ലാൻ പറ്റുന്ന ഒരു ശക്തിയുള്ള മനുഷ്യൻ. പക്ഷേ ഫിസിക്കലിൽ അദ്ദേഹത്തിന് പാസ്സായിട്ട് നേടാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ തോൽവി. സത്യം പറഞ്ഞാൽ ആ ഫിസിക്കൽ അദ്ദേഹം പാസ്സായില്ല എന്ന് വെച്ചാൽ അയാൾ പോലീസ് ജോലിക്ക് അർഹനല്ല. ഓക്കെ, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ഈ ചാനലൊരു കുറ്റപ്പെടുത്തുന്നതല്ല. അതൊരു ഫിസിക്കലിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്യുമ്പോഴത്തേക്ക് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ ആനക്കാര്യമൊന്നുമല്ലാന്ന്. അത് പാസ്സാവാൻ അത്ര എളുപ്പമൊന്നുമല്ല. 6 മാസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് പാസ്സാവാനും 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടും കിട്ടാത്തവരെ ഞങ്ങൾക്കറിയാം. അതൊരു കടമ്പയും ഭാഗ്യവും അന്നത്തെ ദിവസവും എല്ലാം അനുകൂലമായിട്ട് വരണം. ഏറ്റവും നല്ലപോലെ ചെയ്യുന്ന ആൾ ചിലപ്പോൾ അന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. തലേ ദിവസം അയാൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ മതി, പിന്നെ പറ്റത്തില്ല. അല്ലെങ്കിൽ കാലിനൊരു ഉളുക്ക് വീണാൽ മതി. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഘടകം. അങ്ങനെ കഥ തുടരട്ടെ. അങ്ങനെ ഈ ഒരു പ്രയാണം പോയപ്പോഴത്തേക്ക് ഞങ്ങളിൽ ഒരുവൻ PSC ഡ്രൈവറിന് വേണ്ടി പെർഫോം ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് നേരെ വന്ന ഡ്രൈവർ പരീക്ഷയാണ്. അത് ഞങ്ങൾ പലർക്കും ഡ്രൈവർ പരീക്ഷ കിട്ടിയില്ല. പക്ഷേ അവന് ഡ്രൈവർ പരീക്ഷ കിട്ടി. അവൻ ഡ്രൈവറിൻ്റെ ഏകദേശം 1, 2, ഒരു 6ഓളം പരീക്ഷകൾ നടന്നതാണ്. അതിലൊരു 3ഓളം പരീക്ഷകൾ അവൻ ക്രാക്ക് ചെയ്തു. മാർക്ക് ഉയർന്ന മാർക്കൊന്നുമല്ല, പക്ഷേ ഒരു മെയിൻ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന തരത്തിലുള്ള മാർക്ക് ലഭിക്കുകയുണ്ടായി. ഡ്രൈവറിനാണ് ഏറ്റവും കൂടുതൽ പാട് ജോലി കിട്ടാൻ. കാരണം അതിന് ചില പരീക്ഷയ്ക്ക് ഫിസിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ട്, ചിലതിന് ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രം. അതിൻ്റെ മാർക്ക് വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അതിനുശേഷം ഞങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പഠനം തുടങ്ങി. അപ്പോഴാണ് ഡിഗ്രി പ്രിലിംസ് വന്നത്. അതും എഴുതി. അത് വളരെ ടഫായിരുന്നു ആ സമയത്ത്. അതൊരിക്കലും കിട്ടില്ല. അതിൻ്റെ കട്ട് ഓഫൊക്കെ 20ലും 10നും ഒക്കെ റേഞ്ച് വരുമെന്നൊക്കെ പറഞ്ഞു. അവസാനം വന്നപ്പോൾ 50 അടുപ്പിച്ച റേഞ്ചായിരുന്നു. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷ നോക്കിയിട്ട് ഒരു കാര്യമില്ലയെന്ന് അന്നേ ഞങ്ങൾ മനസ്സിലാക്കി. ഇതായിരുന്നു ഞങ്ങളുടെ PSCയുടെ തുടക്കം. അതിനുശേഷം LD ക്ലർക്കിൻ്റെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു. അതിൽ ഞങ്ങൾ എല്ലാവരും വന്നു. അതിനുശേഷം +2 ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ വന്നു. അത് നല്ല രീതിയിൽ അത്യാവശ്യം എഴുതി. എങ്കിലും മെയിൻസ് ഞങ്ങളിൽ പലരും എഴുതിയ അത്രയും ഒരു ലെവലിൽ ഞങ്ങൾക്കാർക്കും എഴുതാൻ പറ്റിയില്ല. പ്രിലിംസ് ക്വാളിഫൈ ആവുന്ന ഒരു മാർക്ക് ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. അത് വെച്ച് അത് കിട്ടും എന്ന ഉറപ്പായ പ്രതീക്ഷയിൽ ഞങ്ങൾ പഠിച്ചു. കാരണം അതിന് മുമ്പത്തെ പോലീസിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. അത് പ്രതീക്ഷ തെറ്റിക്കാതെ പോലീസിൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫും വളരെ കുറഞ്ഞ കട്ട് ഓഫ് തന്നെ വന്നു. ഒരുപാട് പേർക്ക് പ്രതീക്ഷയാക്കി ഒട്ടനവധി പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് പ്രിലിംസ് റിസൾട്ട് വന്നത്. ശേഷം മെയിൻസിന് വേണ്ടിയുള്ള ഓട്ടമായി. ഓട്ടം മീൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മത്സരം. അതിന് തലകുത്തി ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ പരീക്ഷ ആകാറായപ്പോഴത്തേക്ക് ഞങ്ങളിൽ പലരും ജോലിയെല്ലാം മതിയാക്കി 3 മാസം ഇതിനു വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ ഞങ്ങൾ പലരും സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്ത് പഠിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം സ്കൂൾ ടെസ്റ്റിൽ ടോപ്പിക്ക് കുറവാണ്. ടോപ്പിക്കുകൾ പലതും അവിടെ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ ടെസ്റ്റ് ബേസ് ചെയ്യാതെ റാങ്ക് ഫെയിലും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, മോക്ക് ടെസ്റ്റുകൾ, എൻട്രി ആപ്പിലെ ക്ലാസ്സുകളൊന്നും ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നില്ല. അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. എൻട്രി ആപ്പിൽ ഞങ്ങൾക്ക് ഓഫർ കയറുന്ന സമയത്ത് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു, മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് 500 രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ക്ലാസ് പർച്ചേസ് ചെയ്തു, മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതൊരുപാട് ഉപയോഗം ചെയ്തു അതിലെ മോക്ക് ടെസ്റ്റുകൾ. പിന്നെ അതിലെ കറണ്ട് അഫെയേഴ്സ്, അതേപോലെ അതിലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ
അതെല്ലാം ഉപകാരപ്പെട്ടു. പിന്നെ ചില ടോപ്പിക്കുകളൊക്കെ ഞങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്തിരുന്നു. കറണ്ട് അഫെയർസും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കുമൊക്കെ. മെയിൻസ് പരീക്ഷ വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെയധികം ഊന്നൽ കൊടുത്തത് പരീക്ഷ എത്താറാവുന്ന സമയത്തായിരുന്നു. കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് എത്ര പഠിച്ചാലും സെക്ഷൻസ് കാണാതെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മറന്നു പോകും. പരീക്ഷ എത്തുന്ന അവസാനത്തെ മാസം വളരെയധികം ഊന്നൽ കൊടുത്ത് തന്നെ പഠിച്ചു. മാത്സിൻ്റെയൊക്കെ എല്ലാ പ്രോബ്ലംസും അതിൻ്റെ പീക്ക് ലെവലിൽ ഞങ്ങൾ പഠിച്ചു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്ലോക്കിൻ്റെ കണക്ക് ചോദിക്കുമ്പം മിനിറ്റും മണിക്കൂറും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള കോണളവ് നിങ്ങൾ പഠിച്ച് കാണത്തുള്ളൂ. എന്നാൽ മിനിറ്റ് സെക്കൻഡ് വരുന്ന ഒരു കണക്കുണ്ട്, അതുവരെ ഞങ്ങൾ പഠിച്ചിട്ട് പോയി. എന്തിനാണ് പറയുന്നു, ഓരോ അവാർഡും നല്ല രീതിയിൽ പഠിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 3 മാസം നമ്മൾ പഠിച്ച പഠിത്തം ഞങ്ങൾ ആ സമയത്ത് ഇതിനു മുമ്പ് ജോലിക്ക് പോയ സമയത്ത് ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഡിഗ്രി ലെവലും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയേനെ എന്നൊരു തോന്നൽ, ഒരു അഹങ്കാരമല്ല, ഒരു ആഗ്രഹമായിട്ട് തോന്നി. അതിനുശേഷം ഈ പരീക്ഷ കഴിഞ്ഞു. പരീക്ഷ എഴുതിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ മാർക്ക് പോലും ഒന്നും നോക്കിയില്ല, അന്നേ ഉറപ്പിച്ചു. ഞങ്ങൾ കുറച്ച് പേർക്ക് മാർക്ക് കുറച്ച് ബാക്കിലോട്ട് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം വളരെയധികം ഞങ്ങൾ എഴുതിയതിൽ വളരെയധികം പ്രയാസകരമായ പരീക്ഷയായിരുന്നു ആ പോലീസിൻ്റെ പരീക്ഷ. ഞങ്ങൾക്ക് അതിനുശേഷം എക്സൈസിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു, ഫയർമാൻ പരീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പരീക്ഷ ഞങ്ങൾ എഴുതി. അപ്പോൾ അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലം വളരെ കൂടുതലായിരുന്നു. ഞങ്ങളെല്ലാം ഫിസിക്കൽ നോക്കി, റിസൾട്ട് വന്നു. കുറച്ചധികം പേര് ജോലിയിൽ പ്രവേശിച്ചു, കുറച്ച് പേര് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ജോലിയിൽ പ്രവേശിച്ച ഞങ്ങളുടെ കൂട്ടുകാർ പറയുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത്, അവർ പഠിച്ച ആ ഒരു ഇമ്പാക്റ്റ് രീതിയാണ്. അവർ ഒരു തുടക്കക്കാരനായിട്ട് വന്നു വളരെയധികം ആദ്യം ഫോക്കസ് ചെയ്ത പരീക്ഷയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്, ആദ്യം അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തു, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പഠിച്ചാണ് പോയത്. ആ ഒരു ബുക്ക്, അതായത് 2003 തൊട്ട് 2021 വരെയുള്ള ബുക്കുകൾ അവർ തീർത്തപ്പോൾ ഏകദേശം BSc ഒരു 70% അവർ തീർത്തെന്ന് തന്നെയാണ് പറയാം. അതോടൊപ്പം അവർ റാങ്ക് ഫയൽ പിന്നെ നോക്കി തുടങ്ങി. റാങ്ക് ഫയലിൽ ഒരു 60% ടോപ്പിക്കുകളൊക്കെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ആ ഒരു പരീക്ഷ പാസ് ചെയ്ത് പോയി. പിന്നെ അപ്പോൾ നടക്കുന്ന എല്ലാ പരീക്ഷകളുടെയും എക്സ്പ്ലനേഷൻ അവർ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് സൈനിക് വെൽഫെയർ എന്ന് പറയുന്ന രീതിയിലൊരു LD ക്ലർക്ക് പരീക്ഷ, അത് റിട്ടയേർഡ് എക്സ് സർവീസുകാർക്ക് മാത്രം എഴുതാവുന്ന പരീക്ഷയായിരിക്കും. അത് സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ടഫായിട്ടാണ് പരീക്ഷകൾ നടക്കാറ്, സാധാരണ LD ക്ലർക്ക് പോലെയല്ല. അപ്പോൾ അതിൻ്റെ വരെ ക്വസ്റ്റ്യൻസ് അവരെടുത്ത് പഠിക്കുകയുണ്ടായി. അന്ന് ഞങ്ങൾ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, KV ഉണ്ണി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന്. നിങ്ങൾ ആരും ആ പേര് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ, ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട. കേരളത്തിൽ നിന്നൊരു പ്രധാന കലാപത്തിലെ ഒരു നേതാവായിരുന്നു KV ഉണ്ണി. പക്ഷെ അതൊന്നും പിന്നെ റിപ്പീറ്റ് അടിച്ച് ഞങ്ങൾ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ പലതും പണ്ട് ചോദിച്ചത് വീണ്ടും ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ ഈ സിലബസ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ വരുമ്പോൾ ഞങ്ങൾ ഈ ചവറ് പോലെ വാങ്ങിച്ച് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പലതും പിന്നെ ഉപയോഗപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരുന്നത് കറണ്ട് അഫെയർസാണ്. കറണ്ട് അഫെയർസ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കിട്ടണമെങ്കിൽ ഡെയിലി പത്രം വായിച്ച് അതിലെ കറണ്ട് അഫെയർസ്, ചോദിക്കുന്ന കറണ്ട് അഫെയർസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇടയ്ക്ക് നടക്കുന്ന പരീക്ഷകളുടെ കറണ്ട് അഫെയർ ഏത് ക്വസ്റ്റ്യൻസൊക്കെ വന്നു എന്നൊരു അനലൈസ് ചെയ്ത് വാങ്ങണം. എന്നാൽ നിങ്ങൾക്ക് പിന്നെ പഠിച്ചു പോകുമ്പോൾ അറിയാം ഏതൊക്കെ ചോദിക്കും, ഏതൊക്കെ ചോദിക്കൂടാതെ. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അവബോധത്തോടു കൂടി BSc പഠിക്കുക, എന്തെങ്കിലും വാങ്ങിച്ച് പഠിക്കാതെ അവബോധത്തോടെ പഠിക്കുക, എങ്കിൽ അത് ഒരെണ്ണം ക്രാക്ക് ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷയിൽ അത്രയും ലെവൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യും. ഉദാഹരണത്തിന് ഞങ്ങളിൽ പലരും ഇപ്പോൾ പല ലിസ്റ്റിലും സപ്ലിമെൻ്ററിയിലുണ്ട്. പക്ഷേ ഇതിൽ ഒരു സുപ്രധാന പരീക്ഷ ഇനി വരാനിരിക്കുന്നു, അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ വന്നിരുന്ന പരീക്ഷയിൽ പലരും ജോലി കിട്ടുമെന്ന് ഉറപ്പായവർ അതാത് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിന്നു. പക്ഷേ കിട്ടാത്തവർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിനുശേഷം അടുത്ത പോലീസ് വിളിച്ചു. അതിന് ഉജ്ജ്വല വിജയത്തോടു കൂടി കഴിഞ്ഞതിൽ സപ്ലിയിൽ വന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ 82ാം റാങ്കിൽ KAP 3 കയറുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞതിന് അയാൾക്ക് പറ്റി തെറ്റ് അയാൾ തിരുത്തി എന്നുള്ള കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ചില പരീക്ഷകൾ എത്ര പഠിച്ചാലും ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല ഒരേപോലെ. കാരണം ചിലർ ടെൻഷനാവാം ക്വസ്റ്റ്യൻ കണ്ട്, അങ്ങനെയൊക്കെ വന്ന് മാർക്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഒരു സുഹൃത്ത്
എല്ലാ പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്ത് തന്നെയാണ്. കാരണം പുള്ളിക്ക് കുറച്ച് അറ്റൻഡ് ചെയ്താലും നെഗറ്റീവ് വരും, കൂടുതൽ അറ്റൻഡ് ചെയ്താലും നെഗറ്റീവ് വരും. അപ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എന്നാൽ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ സ്ട്രാറ്റജി കറക്റ്റ് ശരി ഉത്തരങ്ങൾ മാത്രം മാർക്ക് ചെയ്യുക. അയാൾക്ക് കൂടിപ്പോയോ 1 or 2 തെറ്റേ ആ പരീക്ഷയിൽ വരത്തുള്ളൂ. എന്നാൽ അദ്ദേഹം മറ്റുള്ളപ്പോൾ ഞങ്ങളിൽ ഒരാൾ 60 മാർക്ക് വാങ്ങുമെങ്കിൽ ഞങ്ങൾ ഒരു 85 മാർക്ക് കറുപ്പിച്ചെന്ന് വിചാരിക്കുക. എന്നിട്ടാണ് 60 മാറിയത്. ഈ പുള്ളിക്കാരൻ ഒരു 70 മാർക്ക് വാങ്ങും, പക്ഷേ 72 ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. അതൊരു നല്ല ഐഡിയ ആയിട്ടും തോന്നിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തതെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് വഴിയാണ്. മോക്ക് ടെസ്റ്റുകൾ പിന്നെ എല്ലാ പരീക്ഷകളും ഞങ്ങൾ വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യും. മാക്സിമം പരീക്ഷകൾ എഴുതി ഡയറക്റ്റ് പോയി എഴുതിയും പ്രാക്ടീസ് ചെയ്യും. ചില പരീക്ഷ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ റിസർവേഷൻ പരീക്ഷ ആയിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ആ ഒരു ആർജവം കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഗൈഡ് വേണം, റാങ്ക് ഫയൽ വേണം, മെറ്റീരിയൽ വേണം. അത് വെച്ച് തന്നെ പഠിക്കണം. അല്ലാതെ ഈ നോട്ട് എഴുതി സമയം കളയുന്ന രീതി സത്യം പറഞ്ഞ് നിർത്തണം. ചിലർക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ, അത് മാത്രമേ പറ്റൂ. പക്ഷേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയല്ല. റാങ്ക് ഫയലിൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് അറിഞ്ഞുകൂടാത്ത പോയിൻ്റ് എഴുതി ചേർക്കാറാണ് പതിവ്. അല്ലാതെ നോട്ട് എഴുതി ഞങ്ങൾ സമയം കളയാറില്ല. ദിവസവും ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്തു നോക്കുന്നത് എക്സാം അടുപ്പിച്ച് ഒരു അവസാനത്തെ 2 മാസം വളരെയധികം ഉപയോഗം ചെയ്യും. വളരെയധികം കോൺഫിഡൻസ് ലെവൽ ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്. ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ഈ ഒരു മാതൃക പിന്തുടർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടും. അത് കിട്ടാതെ പോകത്തില്ല. അത് PSCയുടെ ഒരു ഇത് തന്നെയാണ്. PSC നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിടാതെ PSC ആ പഠിത്തം വിടാതെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കിട്ടാതെ പോകുന്ന ഒരു ചരിത്രമില്ല. ഇനി അങ്ങനെ ചരിത്രം ഉണ്ടായേക്കാം, പക്ഷേ അയാൾ എവിടെയെങ്കിലും നിർത്തിയതായിരിക്കും പഠിത്തം. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. യൂട്യൂബൊക്കെ നടത്തുന്ന ഒരാളെയൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ചിലത് ഭയങ്കര പാടുള്ള ജോലി, പോലീസൊക്കെ ഭയങ്കര പാടുള്ള ജോലിയാണ്. പക്ഷേ ഒരു ജോലി എന്നൊരു കാര്യം കിട്ടാത്തവനെ അറിയാവോ അതിൻ്റെ പാട്. ചില ജോലി ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ അതിന് ശമ്പളം വരെ കുറവായിരിക്കും. ഉത്തരവാദിത്തം കൂടുന്തോറും പൈസയും കൂടും. അത് തന്നെയാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഡിഗ്രി ലെവലിൽ വിളിച്ചിട്ടുണ്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. ബേസിക് സാലറി 50,300 സെക്രട്ടറി അസിസ്റ്റൻറ്റിന് 39,400 ഉള്ളൂ. SIക്ക് 46,500 ഉള്ളൂ. അപ്പോൾ ഡിഗ്രി ലെവലിൽ ഏറ്റവും ടോപ്പ് അത്യാവശ്യം പോസ്റ്റാണത്. പക്ഷേ ആ ജോലിക്കും വളരെ അതിൻ്റേതായ ഭയങ്കര പാടാണ്. ശ്രദ്ധയും കാര്യങ്ങളും എല്ലാം വേണം. അത് എഴുതി കിട്ടാളും. കാരണം അതിൻ്റെ മെയിൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 500 മാർക്കിനാണ്. ഭയങ്കര പാടാണ്. ഇതൊക്കെ ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപയോഗം ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്ത് അയച്ചു വിടുന്നത്. ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് സ്വന്തമായിട്ടും കൂടെ. കിട്ടാതെ നിൽക്കുന്നവന് പഠിക്കാനും എല്ലാം. പിന്നെ നിങ്ങളുടെ കമൻറ്റും എല്ലാം ചില സമയത്തൊക്കെ വിഷമം തോന്നും. കിട്ടിയവനും കിട്ടാത്തവനും തമ്മിലുള്ള അന്തരം അതൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ്. ജോലി കിട്ടിയവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ DA അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അപ്പം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അവബോധമില്ല. അത് കേട്ടിരിക്കുന്ന അവസ്ഥ ഒരു ഭയങ്കര വിഷമമാണ്. അങ്ങനെയൊക്കെ ഇനി വരാതിരിക്കണമെങ്കിൽ കിട്ടിയ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ട്, അവരും ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് പോയവരാണ്. ഇപ്പം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക. കോമ്പറ്റീഷൻ ഉണ്ട്, കറക്കി കുത്തി നേടാം, ഇവിടെ കുത്തി നേടാമെന്നൊക്കെ പറയും. അതൊക്കെ പ്രാക്ടിക്കലി പോസിബിളാണെന്ന് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഒരുപാട് പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ജോലിക്ക് പോയി പഠിക്കുന്നവനും ജോലിയില്ലാതെ വീട്ടിലിരുന്ന് സമയം കളയുന്നവനും ജോലി ഇല്ലാതെ ഒന്നിനും പോവാതെ വീട്ടിലെ സിറ്റുവേഷൻസ് കുഴപ്പമില്ലാതെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്നവനായിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ചിലപ്പോൾ പരീക്ഷിക്കാൻ മാത്രത്തോളം എല്ലാവരും അതേപോലെ സ്കോർ ചെയ്യണമെന്നില്ല. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യത ഉള്ളത് ആ വർക്ക് ചെയ്യുന്നവനായിരിക്കും. ജോലിക്ക് പോയി പഠിക്കുന്നവൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അവൻ്റെ കൂടെ എത്താൻ. പിന്നെ വീട്ടിൽ നിന്ന് സമയം കുത്തിക്കളയുന്നവർ എന്തെങ്കിലും ബോധതയുണ്ടായി പഠിച്ചു കയറും. ഇതൊന്നും നടന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോട്ടോഗ്രാഫി വെച്ച് ജീവിക്കുന്നവരുണ്ട്, യൂട്യൂബ് ചാനൽ മാത്രം നടത്തി ജീവിക്കുന്നവരുണ്ട്, ബിസിനസ് നടത്തി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയും പോവാം. ഡബിൾ മൈൻഡ് തിങ്ക് ചെയ്യരുത്. അയാൾക്ക് ജോലിയാണ്, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം നടക്കുന്ന ആ സിലബസ് കോൺട്രാക്റ്റിലുള്ള എല്ലാ പരീക്ഷകളും എഴുതുക. ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ജോലി കിട്ടില്ല, വേറെ നിന്ന് കിട്ടും. നിർത്തരുത്.